ഇന്നതാ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. ദം ഇട്ടിട്ടുള്ള നല്ല സൂപ്പർ ചിക്കൻ ബിരിയാണി. അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാ നോക്കാം. അപ്പൊ ഞാനിവിടെ ഒരു 4 ഗ്ലാസ് വലിയ ഗ്ലാസ് കൈമ റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകി ഒരു 20 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങണതിന് മുന്നേ ആയിട്ട് റൈസ് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പൊ നമുക്ക് കറക്റ്റ് ടൈമിങ്ങിനനുസരിച്ചിട്ട് റൈസ് വേവിക്കുകയും മസാല ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പൊ ഇത് ഞാനിവിടെ ഊറ്റി വെക്കാൻ പോവാണ്. പിന്നെ നമ്മളിനി റൈസിലേക്ക് വേണ്ടിയിട്ട് സ്പൈസസ് എടുത്തിട്ടുണ്ട്. കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പൂ, അതേപോലെ ഏലക്കായ, പെരുംജീരകം. എനിക്ക് ആവശ്യത്തിനായിട്ടുള്ള നെയ്യ് ഒരു 100 to 150 ഗ്രാം നെയ്യ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഉപ്പ്. ഇനി ഗാർണിഷിങ്ങിനായിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതേപോലെ തന്നെ നല്ല നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള. അപ്പോൾ ഇത് നമുക്ക് നെയ്യിലോ അല്ലെങ്കിൽ എണ്ണയിലോ വറുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത് നമുക്ക് മസാലയ്ക്കുള്ളത് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. 1 കിലോ ചിക്കൻ ഇവിടെ വലിയ ബിരിയാണി പീസിലേക്ക് ആയിട്ടുള്ള കഷ്ണത്തിൽ അരിഞ്ഞിട്ട് നുറുക്കിയിട്ട് വെച്ചിട്ടുണ്ട് ചിക്കൻ. പിന്നെ ഒരു 5 സവോള, ഒരു മീഡിയം സൈസ് 5 സവോള ഇതേപോലെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, നല്ല നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് 3 കൂടി നമുക്ക് പേസ്റ്റ് ആക്കണം. ഇതൊരു 8 പച്ചമുളകും 3 വടം വെളുത്തുള്ളി, ഒരു 2 വലിയ കഷ്ണം ഇഞ്ചി. ഗ്രേവിക്കായിട്ടുള്ള തക്കാളി, ഒരു 4 ചെറിയ തക്കാളി എടുത്തിട്ട് നുറുക്കി വെച്ചിരിക്കുന്നതാണ്. ദം ഇടാൻ സമയത്തേക്ക് നമുക്ക് ഒരു കൈ നിറച്ച് പുതിനയില, അതേപോലെ തന്നെ മല്ലിയില, പിന്നെ നമുക്ക് ചെറുനാരങ്ങ നീര് ഒഴിക്കണം. അതായത് ഇപ്പോൾ റൈസിന് വേണം, അത് ഗ്രേവിക്ക് വേണം. അപ്പോൾ റൈസിന് ഞാൻ ഒരു ചെറുനാരങ്ങ, ഗ്രേവിക്ക് വേറൊരു ചെറുനാരങ്ങയും കൂടി വെച്ചിട്ടുണ്ട്. സ്പൈസസ് വളരെ കുറച്ചേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല. അപ്പം നമുക്ക് വേഗം ഇനി റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ചെമ്പിലാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. കലം നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്ക് നമ്മൾ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ സ്പൈസസ് ഇടാം. ഓക്കെ, നല്ല പശു നെയ്യാണ് അതിലേക്ക് ഒഴിച്ചു. നമ്മുടെ സ്പൈസസ് ഇടാൻ പോവാണ്. സ്പൈസസ് ഇട്ടിട്ട് ഒരുപാട് നേരം ഫ്രൈ ആവണ്ട കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോവേ. അപ്പോൾ നന്നായി ചൂടായി കിടക്കുന്നതായ കാരണം കൊണ്ട് പെട്ടെന്ന് ഇടാം. അരി അവിടെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 20 മിനിറ്റ് ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിലിട്ട് വെക്കണമെന്ന്. ഇതിലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കണം. ഈ അരി ഒന്ന് ഇതിൽ കണ്ടിട്ട് ചെറുതായിട്ട് ഫ്രൈ ആവണം. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ എപ്പോഴും അരി നല്ല അത്യാവശ്യം നല്ലപോലെ ഫ്രൈ വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ 4 ഗ്ലാസ് അരിയല്ലേ എടുക്കുക. അപ്പം അതിൻ്റെ ഡബിൾ വെള്ളം, ഏത് ഗ്ലാസ്സിലാണോ അതിൻ്റെ വെള്ളം അളന്ന് ഒഴിക്കണം. ചെറുനാരങ്ങ നീര് നമ്മൾ പിഴിഞ്ഞ് ഒഴിക്കണം കേട്ടോ. ഒരു ഹാഫ് മതി. ഇപ്പം ഞാൻ ഹാഫ് ഒഴിക്കുന്നുള്ളൂ. ഇതിലേക്ക് നമ്മൾ ആ ഉപ്പ് ഇടുകയാണ്. ഉപ്പ് ഇത്തിരി കൂടിക്കണം കേട്ടോ എപ്പോഴും. മുകളിൽ നമ്മൾ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്. നന്നായിട്ട് ഇളച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഉപ്പ് നോക്കണം നിങ്ങൾ എപ്പോഴും കേട്ടോ, അടച്ചു വെക്കണം മുന്നേ. അപ്പൊ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ മൂടുകയാണ്. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കരുത് കേട്ടോ. കുറച്ച് നേരത്തേക്ക് അടച്ചു വെക്കണം, എന്നാലേ ആ വേവാവുള്ളൂ. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ മസാല പ്രിപ്പയർ ചെയ്യാം കേട്ടോ. പേസ്റ്റ് ആക്കാനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പം പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഇത് ഒരുപാട് എരിവില്ലാത്ത പച്ചമുളക്, അത് കാരണം ഞാൻ 8 എടുത്തത്. ഓക്കെ, ഇത് നല്ലപോലെ അരച്ചെടുക്കാം നമുക്ക്. അപ്പം നമ്മുടെ മസാലയ്ക്ക് ഇത് ചിക്കൻ എടുത്ത് ഇതിൽ കുറച്ച് നമുക്ക് മസാല പരത്തി വെക്കാം കേട്ടോ. പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക്കും മസാലപ്പൊടിയും കുറച്ച് മതി. അപ്പം ആദ്യം ഞാൻ ഒരു 1/2 നാരങ്ങ മുറി പിഴിഞ്ഞൊഴിക്കുകയാണ്. പൊടികളായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതിട്ടിട്ട് നന്നായിട്ട് ആദ്യം പരത്തി വെക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണം കേട്ടോ. അതേപോലെ ഉപ്പും.
തനി പച്ചയായിട്ട് കിടക്കണേക്കാളും നല്ലത് കുറച്ച് നമ്മൾ മസാല വരട്ടിയിട്ട് ഇടുമായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പം കഷ്ണത്തിലേക്കൊക്കെ നല്ലപോലെ മസാല പിടിക്കും. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അരി വേവണ വരെ നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. ചോറ് വെച്ചിട്ട് ഇപ്പോൾ 10 മിനിറ്റ് ആയി. നമുക്കിനി നോക്കാം. അപ്പോൾ നമ്മുടെ ചോറ് ഏകദേശം ആയിട്ടുണ്ട്. അടുപ്പിലായ കാരണം പെട്ടെന്ന് ആയിട്ടുണ്ട് കേട്ടോ. അതെ, 3/4 ഭാഗം ആയാൽ മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ബാക്കിയുള്ള അതിൻ്റെ ചൂടത്തിരുന്ന് ആയിക്കോളും. അപ്പോൾ ഞാൻ വേഗം ഇത് അടുപ്പത്തുനിന്ന് മാറ്റട്ടെ കേട്ടോ. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ഇതേ സൺഫ്ലവർ ഓയിൽ ആട്ടോ എടുത്തിരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേവിക്കുള്ള ഉപ്പ് ഇപ്പം തന്നെ ഇടാം. പിന്നെ ആവശ്യത്തിന് പാകത്തിനനുസരിച്ചിട്ട് പിന്നെ നോക്കിയിട്ട് കുറവാണെങ്കിൽ അത് ഏകദേശം നമ്മുടെ സവാള കളറൊക്കെ മാറി ലൈറ്റ് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ആടി വന്നു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ തക്കാളി ഇടും. ഇത് ഒരുപാട് ബ്രൗൺ ഒന്നും ആവണ്ട, നല്ലപോലെ വാടിയാൽ മതി. സവാള നമുക്ക് നല്ലപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ ആ റോസ് കളറൊക്കെ മാറി ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് കടന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇടാം കേട്ടോ. അയ്യോ, അറിയാണ്ട് പച്ചമുളക് വീണു കേട്ടോ, അത് സാരില്ല. തക്കാളി നമ്മുടെ നല്ല പേസ്റ്റ് പോലെ ആവണ വരെ ഇളക്കിയിട്ട് വേവിക്കുക. അപ്പം നമ്മുടെ തക്കാളി നല്ലപോലെ പേസ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് വഴറ്റാം. ആ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പച്ചമണം പോണ വരെ നമുക്ക് വഴറ്റണം കേട്ടോ. ജിഞ്ചർ ഗാർലിക്കും പച്ചമുളകും ഉണ്ടായിരുന്നേ. ഇതിലേക്ക് ഗരം മസാല ഇടുന്നു. ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലയും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. കുറച്ച് പുതിനയില ഇടുന്നുണ്ട് കേട്ടോ. ബാക്കി നമ്മൾ ഗാർണിഷ് ചെയ്യുമ്പോൾ ദം ഇടുമ്പോൾ ബാക്കി ഇടും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഇട്ട മല്ലിയിലയിൽ പകുതി മല്ലിയില ഇടണം. ഇതിൽ നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഈ ഗരം മസാല മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ആ ചിക്കനിൽ പരട്ടി വെച്ചിരിക്കുന്ന മുളകും മഞ്ഞളും ഗരം മസാല നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുണ്ടായിരിക്കും. ഞാൻ ചിക്കൻ്റെ പീസിലും ഇടാണ്. ഇത് ശരിക്കും ഞാനല്ല കേട്ടോ ഉണ്ടാക്കണേ, വിവേകാണ് ഉണ്ടാക്കണേ. അത് ഞാൻ ക്യാമറയുടെ ഇപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി വിവേകിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഈ മസാലയിൽ ഇടുന്നിട്ട് നന്നായിട്ട് വേവട്ടെ. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും പൊഴിക്കില്ല, കാരണം ചിക്കനിന് കുറച്ച് വെള്ളം വരും. അപ്പോൾ ചെറു തീയിൽ ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് അടച്ച് വേവിക്കുക. അപ്പോൾ ഞാൻ ഇത് അടച്ചു വെക്കാൻ പോവാം കേട്ടോ. ഏകദേശം 10 മിനിറ്റ് ആയി. നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് തുറന്നിട്ട് അത് വെന്തുണ്ടോ, അതിൽ വെള്ളമായോ എന്നൊക്കെ നോക്കാം. അപ്പോൾ അതാ ചിക്കനിന് ഏകദേശം വെള്ളം നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റട്ടെ, അതുവരെ ഒന്നുകൂടി തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ആവശ്യത്തിന് വെന്ത് അതിൽ വെള്ളമൊക്കെ അത്യാവശ്യത്തിന് വെറ്റി ഇതുണ്ടോ, പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതിൽ തന്നെ കിടന്ന് വേവുമ്പോൾ അതിൻ്റെ ആ സത്തൊക്കെ ഇറങ്ങി ആ ഗ്രേവിയിൽ നല്ല ടേസ്റ്റ് വരും. അപ്പം നമ്മളിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഇനി ദമ്മിടാനായിട്ട് കാര്യങ്ങൾ നോക്കാം. അതിൻ്റെ മുകളിൽ ഉള്ളിയും
അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിടുന്നുണ്ട്. ആദ്യം നമുക്ക് അത് വറുത്ത് വെക്കാം ദമ്മിടാനായിട്ടുള്ളത്. അപ്പം നമ്മൾ സാധാരണ ചീനിച്ചട്ടിയിൽ തന്നെ കേട്ടോ വറക്കാൻ പോണത്. നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഫുള്ള് നെയ്യിൽ ഇട്ടിട്ട് വറക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് ഉണക്കമുന്തിരി ഇടണം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. വീർത്ത് വരുമ്പോൾ തന്നെ നമ്മൾ കോരണം. എനിക്ക് കറുത്തു അത് ഞാൻ അങ്ങനെ സൂം ചെയ്ത് കാണിച്ചത്. അപ്പൊ കുറേശ്ശെ സവാള ഇട്ടിട്ട് വറക്കാം. സവാള നമുക്ക് നല്ലപോലെ മുരിഞ്ഞിട്ട് ഒരു ബ്രൗൺ കളറിൽ വേണമല്ലോ ഇടാനായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മുരിഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി കിട്ടുക, പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ മുഴുവൻ സവാളയും ചെറിയ പാത്രത്തിൽ വറക്കണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഇടരുത്, കാരണം പെട്ടെന്ന് ആവില്ല. അപ്പോൾ ചോറ് റെഡി, ഗ്രേവിയും റെഡി, അതേപോലെ തന്നെ നമ്മുടെ ഗാർണിഷിങ്ങിനായിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. മല്ലിയില, പുതിനയില. ഇനി നമുക്ക് ദമ്മിട്ടാൽ മാത്രം മതി. അപ്പോൾ ദമ്മിടാനായിട്ട് വീണ്ടും ഞാൻ ആ കലത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു. അത് ഞാൻ അടുപ്പിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന കാരണം കേട്ടോ നെയ്യ് ഉരുകിയത്. നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഗ്രേവി ഇടാം. ഞാൻ ഫുള്ളായിട്ട് ഞാൻ വേറെ ലെയർ ചെയ്യുന്നില്ല, ഈ ഗ്രേവി ഒറ്റ ലെയർ മാത്രമേ ചെയ്യുള്ളൂ. താഴെ ഗ്രേവി വെച്ച് മുകളിൽ ചോറിടുന്നു. അപ്പോൾ ഗ്രേവി ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ, അതേപോലെ തന്നെ വറുത്ത സവാള ഇട്ടു. മുകളിൽ ചോറ് ലെയർ ചെയ്യാൻ പോകണം. ചോറ് 2 ലെയറിൽ ഇടാൻ പോവാണ്, കാരണം അതിൻ്റെ നടുക്ക് നമുക്ക് മല്ലിയില, പുതിനയിലൊക്കെ വെച്ച് ഗാർണിഷ്. അത് ആക്ച്വലി ആ റൈസിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുമല്ലോ. അപ്പോൾ അതാ ഞാൻ ഫസ്റ്റ് ലെയർ ഇട്ടു ചോറ്, എന്നിട്ട് അതിലേക്ക് മല്ലിയില, പുതിനയില, അതേപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി, വറുത്ത് വെച്ചിരിക്കുന്ന സവാള. ബാക്കിയുള്ള ചോറും കൂടി ഇടാം കേട്ടോ. മുഴുവൻ ചോറ് അതിലേക്ക് ഇട്ടു. ഇതാ ഫുള്ളായിട്ട് ഗാർണിഷ് ചെയ്യാൻ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അതേപോലെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും. ഇതൊക്കെ കൂടി ദമ്മിട്ട് തുറക്കുമ്പോൾ ഒരു രസമായിരിക്കും, ആലോചിക്കാൻ വയ്യ. എന്തായാലും വേഗം നമുക്ക് ദമ്മിടാം, വർത്താനം പറഞ്ഞിരിക്കാണ്ട്. അപ്പോൾ എല്ലാം ഗാർണിഷിങ്ങും കഴിഞ്ഞ് ഞാനിനി അതിൻ്റെ സൈഡിൽ നമുക്കിത് ദമ്മിടണമല്ലോ. അപ്പം മൈദ പശ പോലെ ആക്കിയിട്ട് എയർ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൻ്റെ അടപ്പിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിക്കുക കേട്ടോ ചെയ്യണേ. ഇതാ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ കനലിടണം. അപ്പോൾ താഴ്ഭാഗത്ത് കുറച്ച് കനൽ മതി, മുകളിലാണ് നമ്മൾ കൂടുതൽ കനലിടുന്നത്. അപ്പോൾ ഞാൻ അടുപ്പത്ത് തന്നെ തിരിച്ച് വെക്കാൻ പോണത് കേട്ടോ. താഴെ കുറച്ച് കനലിട്ടിട്ട് മുകളിൽ കൂട്ടുന്നത്. ഇതാ ഇനി ഇത് നിങ്ങൾ സ്റ്റൗവിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു ദോശക്കല്ല് വെക്കാം. ദോശക്കല്ലിൻ്റെ മുകളിൽ ഈ ബിരിയാണി വെക്കണ പാത്രം വെച്ച് നല്ലപോലെ അടച്ചുറപ്പുള്ളൊരു പാത്രം വയ്ക്കുക. എന്നിട്ട് ഇതേപോലെ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം കേട്ടോ. നമ്മുടെ ദമ്മ് പൊട്ടിക്കാൻ സമയമായിട്ടാ. കനലൊക്കെ മാറ്റി ദമ്മ് പൊട്ടിക്കാന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല അതുവരെ. ദം ബിരിയാണി കഴിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ നോക്കിയിട്ടില്ല. മൈദയുടെ അത് പൊട്ടിച്ച് തുറന്നപ്പോൾ ഒരു മണം വന്നു. ഞാൻ സത്യമായിട്ട് എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ദമ്മ് പൊട്ടിക്കണ മണം, ദം ബിരിയാണി നേരിട്ട് ഉണ്ടാക്കണതൊക്കെ കാണുന്നത്. എന്തായാലും ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇതാ അടിയിൽ മസാല, മുകളിൽ ചോറ്, അതിൻ്റെ ഇടയിൽ ഇത് മിക്സായിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ പീസും. എനിക്ക് ഇനി വെയിറ്റ് ചെയ്യാൻ വയ്യ, ഞാൻ വേഗം പോയിട്ട് കഴിക്കാൻ നോക്കട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ചോറ് നല്ല സോഫ്റ്റാണ്, അതേപോലെ തന്നെ ആവശ്യത്തിന് പാകത്തിന് നമുക്ക് വെന്തിട്ടുള്ളൂ ചോറ്. ചിക്കനും ചോറും
ഇതിൻ്റെ കൂടെ ഞാൻ സാലഡ് കൂട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ കഴിച്ചു നോക്കട്ടെ. പൊള്ളിച്ചിട്ടുണ്ട് സാധനം. ചിക്കനും കൂട്ടി കഴിക്കാം. അപ്പം അങ്ങനെ നമ്മളൊരു ദം ബിരിയാണി അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കാം കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ മറക്കാണ്ട് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.